പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് അതോ ഹൈഡ്രജൻ ആണോ നമ്മുടെ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന പുതിയ യഥാർത്ഥ ഇന്ധനം? വണ്ടി കമ്പനികളുടെ പരസ്യങ്ങൾ കണ്ട് മഞ്ഞളിക്കുന്നതിന് മുമ്പ് പരിസ്ഥിതിക്ക് ഏറ്റവും നല്ലത് നിങ്ങളുടെ പോക്കറ്റിന് ഇണങ്ങിയതുമായ വാഹനം ഏതാണെന്ന് കൃത്യമായി സയന്റിഫിക് ലോജിക്കോടെ നമുക്ക് മനസ്സിലാക്കാം. ഇതിനെ നമുക്ക് ലൈഫ് സൈക്കിൾ കാർബൺ അസിമെട്രി ലോജിക് എന്ന് വിളിക്കാം. ഇലക്ട്രിക് വണ്ടികൾ ഓടുമ്പോൾ പുക പുറന്തള്ളാത്തത് കൊണ്ട് അവ 100% പ്രകൃതി സൗഹൃദമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്നാൽ ഇതിലൊരു മറഞ്ഞിരിക്കുന്ന സത്യമുണ്ട്. ഇവികളുടെ ബാറ്ററി നിർമ്മിക്കാൻ ആവശ്യമായ ലിഥിയം, കൊബാൾട്ട് എന്നിവ ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ പരിസ്ഥിതി മലിനീകരണമാണ് കാരണമാകുന്നത്. കൂടാതെ ആ ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യാനുള്ള വൈദ്യുതി ഉത്പാദിക്കുന്നത് കൽക്കരി കത്തിക്കുന്ന തെർമൽ പ്ലാന്റുകളിൽ നിന്നാണെങ്കിൽ മലിനീകരണം റോഡിൽ നിന്നും പവർ പ്ലാന്റിലേക്ക് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം പെട്രോൾ, ഡീസൽ വണ്ടികൾ നേരിട്ട് പുക പുറന്തള്ളുന്നത് കൊണ്ട് അവ പരിസ്ഥിതിക്ക് ദോഷകരമാണ് എന്ന് തർക്കമില്ല. എന്നാൽ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ മാറ്റം എന്നത് പെട്രോളും ഡീസലും പൂർണ്ണമായി നിന്ന് പോവുക എന്നതല്ല, പകരം അവയ്ക്ക് പകരമായി സിന്തറ്റിക് ഫ്യൂലുകളും പുകയ്ക്ക് പകരം വേറെ ശുദ്ധമായ വെള്ളം മാത്രം പുറന്തള്ളുന്ന ഗ്രീൻ ഹൈഡ്രജൻ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുകളും വിപണിയിലേക്ക് വരികയാണ്. നിലവിലുള്ള എഞ്ചിനുകളിൽ വലിയ മാറ്റങ്ങൾ വരുത്താതെ തന്നെ 85% വരെ കാർബൺ മലിനീകരണം കുറയ്ക്കാൻ ഈ പുതിയ ഇന്ധനങ്ങൾക്ക് സാധിക്കും. ഈ സാഹചര്യത്തിൽ ഒരു സാധാരണക്കാരൻ വണ്ടി വാങ്ങുമ്പോൾ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്? ഡ്രൈവ് യൂട്ടിലിറ്റി ടാർഗറ്റ് ഹാക്ക് മനസ്സിൽ വെക്കുക. എല്ലാവർക്കും അനുയോജ്യമായ ഒരൊറ്റ വാഹനമല്ല. നിങ്ങളുടെ യാത്രകൾ പ്രധാനമായും നഗരത്തിലുള്ളതും ദിവസം 40-50 കിലോമീറ്റർ താഴെയാണെങ്കിൽ ഒരു ഇലക്ട്രിക് വാഹനമോ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വാഹനമോ ആണ് പരിസ്ഥിതിക്കും നിങ്ങളുടെ പോക്കറ്റിനും ഏറ്റവും നല്ലത്. എന്നാൽ നിങ്ങളുടെ യാത്രകൾ ഭൂരിഭാഗം വലിയ ഹൈവേകളുടെയും കിലോമീറ്ററുകൾ നീളമുള്ളതാണെങ്കിൽ പുതിയ BS6 ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനുകൾ തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കാൻ കൊള്ളാവുന്നത്. ഈ ഒരു വ്യവസായം മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള എന്റെ വ്യക്തിപരമായ ചിന്ത പങ്കുവെച്ചാൽ, ഭാവി എന്നത് വെറും ഇലക്ട്രിക്കൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. നഗരത്തിലെ ചെറിയ യാത്രകൾക്കായി സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളുള്ള EVകളും ദീർഘദൂര യാത്രകൾക്ക് വലിയ ട്രക്കുകൾക്കുമായി ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലുകളും സിന്തറ്റിക് ഇന്ധനങ്ങളും ഒത്തുചേരുന്ന ഒരു മൾട്ടി എഞ്ചിൻ സിസ്റ്റം ആയിരിക്കും ഭാവി വിപണി കീഴടക്കാൻ പോകുന്നത്. ഇന്ധനമല്ല വില്ലൻ, അതുണ്ടാക്കുന്ന രീതിയിലാണ് കാര്യം. അതാണ് ഓട്ടോമോട്ടീവ് ലോജിക്. വിപണിയിലുള്ള ഇതുപോലുള്ള തകർപ്പ സാങ്കേതിക രഹസ്യങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ സ്റ്റേ ലോജിക്കൽ. ബൈ.